ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ടു സ്മയാട്ട്. എൻ്റെ പേര് വിസ്മയ. അപ്പോൾ നമ്മൾ ഇന്നത്തെ വീഡിയോ ഒരു വ്ളോഗ് വീഡിയോ ആയിട്ടാണ് ഞാൻ വന്നിട്ടുള്ളത്. അപ്പോൾ ഇന്നത്തെ വ്ളോഗ് എന്ന് വെച്ചാൽ നമ്മൾ അതിന് മുമ്പ് എല്ലാവർക്കും ഹാപ്പി ക്രിസ്മസ്, എൻ്റെ ഹൃദയം നിറഞ്ഞ മേരി ക്രിസ്മസ് അല്ലെങ്കിൽ ഹാപ്പി ക്രിസ്മസ്. അപ്പോൾ ഞാൻ പെട്ടെന്ന് വിഷയം മറന്നുപോയി. അപ്പോൾ എന്തായിരുന്നു, അപ്പോൾ ഇന്നത്തെ വീഡിയോ ഒരു വ്ളോഗാണ്. നമ്മൾ പള്ളിയിൽ പോയിട്ടുള്ള ഒരു വീഡിയോ ആണ്. നമ്മൾ പാലൂർ പള്ളിയിൽ ഇന്നലെ പോയിട്ടുണ്ടായിരുന്നു. ഇന്ന് 25 ഡിസംബറാണ്. ഇന്നലെ 24 ഡിസംബറിൽ രാത്രി 11:11 ആയപ്പോൾ നമ്മൾ ചർച്ചിൽ പോയിട്ടുണ്ടായിരുന്നു, നമ്മളെ പാലൂർ പള്ളിയിൽ. അപ്പോൾ അവിടെ പോയപ്പോൾ എടുത്ത വീഡിയോസാണ് ഞാൻ ഇന്നത്തെ വീഡിയോയിൽ ആഡ് ചെയ്യാൻ പോകുന്നത്. ഇന്നത്തെ വീഡിയോ ഒരു വ്ളോഗ് ആക്കിയിട്ട് എടുക്കാൻ വിചാരിച്ചു. അപ്പോൾ അതാണ് ഇന്നത്തെ വീഡിയോ. പിന്നെ അതിന് മുമ്പ് എൻ്റെ മുടിയൊക്കെ നനഞ്ഞിരിക്കുകയാണ്. ഞാൻ രാവിലെ കുളിച്ചില്ല, എനിക്ക് ഭയങ്കര മടിയായിരുന്നു രാവിലെ കുളിക്കാൻ. ഞാൻ മിക്കതും രാവിലെ കുളിക്കാറുള്ളത്, പക്ഷെ ഇന്ന് എനിക്ക് ഭയങ്കര മടി കയറി. അതുകൊണ്ട് ഞാൻ ഇന്ന് വൈകുന്നേരമാണ് കുളിച്ചത്. 4 മണി 4:15 ആയിട്ടുണ്ടാവും. ഇപ്പോൾ കുളിച്ച് വന്നിട്ടുള്ളൂ കേട്ടോ. അപ്പോഴാണ് ഞാൻ ഇൻട്രോ എടുക്കണ കാര്യം ഓർത്തത്. അപ്പോൾ അതുകൊണ്ട് വന്നതാണ്. പിന്നെ ഗൈസിൻ്റെ മുഖം കണ്ണിൻ്റെ കണ്ണ് അല്ലേ ഡാർക്ക് സർക്കിൾസ് ഉണ്ട് അതിൻ്റെ ഒപ്പം. അപ്പോൾ ഗൈസ് ഞാനൊന്നുണ്ടല്ലോ കൺമഷ് ചെയ്ത് കണ്ണിൽ, അല്ലേ ഞാൻ പറഞ്ഞ പോലെ എനിക്ക് ഡാർക്ക് സർക്കിൾസ് ഉണ്ട്. അതിൻ്റെ ഒപ്പം ഞാൻ കൺമഷ് ചെയ്തിരുന്നു, വീഡിയോ എടുക്കാൻ വേണ്ടി എഴുതിയതാണ്. ഐലൈനർ എഴുതി കൺമഷ് ചെയ്തു. അപ്പോൾ കൺമഷ് ചെയ്തപ്പോൾ അതിൻ്റെ കറുപ്പ് ഇതുവരെ വിട്ട് പോയിട്ടില്ല. അതെൻ്റെ മുഖം ഇങ്ങനെ ഇരിക്കുന്നത് എനിക്കിഷ്ടമായില്ല. കൺമഷ് ചെയ്തിട്ട് ഞാൻ കുറച്ച് ഫോട്ടോസൊക്കെ എടുത്തു. എഴുതണ്ടായിരുന്നു അല്ലേ, ഒന്ന് കുളിക്കാണ്ട് എടുത്തതാ മടിയായിട്ട്. പിന്നെ ഗൈസ് എൻ്റെ ലിപ്പ് പിഗ്മെൻറ്റഡ് ആവുന്നുണ്ട്. എങ്ങനെയാണെന്നറിയോ, ഞാൻ ഇന്നാളൊരു കടയിൽ നിന്ന് 70 രൂപയ്ക്ക് എന്തോ ഒരു ലിപ്സ്റ്റിക്ക് വാങ്ങിയിട്ടുണ്ടായിരുന്നു. ഒരു ലിക്വിഡ് ലിപ്സ്റ്റിക് ആയിരുന്നു. അത് ഇന്ന് മുതൽ ഇടാൻ തുടങ്ങി. അന്ന് മുതലാണ് ഗൈസ് എനിക്ക് പിഗ്മെൻറ്റേഷൻ വന്നു തുടങ്ങണ പോലെ. ഇനി തോന്നലാണോ എന്നറിയില്ല. ഇനി ചിലപ്പോൾ കാറ്റുകാലമായതുകൊണ്ട് ഡ്രൈ ആയിട്ട് അങ്ങനെ ആവണതാവാം, ഐ ഡോണ്ട് നോ, എന്തെങ്കിലും ആവട്ടെ. പിന്നെ ഇത് കണ്ടോ, പൊട്ടിയിട്ട് വെള്ള കളറായിരിക്കുന്നു. ദൂരത്ത് നിന്ന് തന്നെ ഒരാൾ നോക്കുമ്പോൾ എൻ്റെ ചുണ്ട് ഇവിടെ വൈറ്റിൽ എന്തോ തേച്ച് വെച്ച പോലെ ഇരിക്കുന്നുണ്ട്. അപ്പം അത് എന്തെങ്കിലും ആവട്ടെ. അപ്പം എല്ലാവരും വീഡിയോ പോയി കണ്ടിട്ട് വാ ഗൈസ്. ചെറിയൊരു വ്ളോഗാണ്. അപ്പോൾ നമ്മൾ വേറെ ഒന്നുമില്ല. അപ്പോൾ നിങ്ങളെല്ലാം പോയി കണ്ടിട്ട് വാ. അപ്പോൾ ഗൈസ് നമ്മൾ എന്താ പറയുക, ഫുഡൊക്കെ കഴിക്കാൻ പോയി വന്നുകൊണ്ടിരിക്കുകയായിരുന്നു. അപ്പോഴാണ് പാലൂർ പള്ളിയിൽ പോകാമല്ലോ എന്ന് വിചാരിച്ചത്. അപ്പോൾ ഞങ്ങൾ 3 പേരിരുന്ന് കളിച്ചുകൊണ്ടിരിക്കുമായിരുന്നു കേട്ടോ. അതാണ് ഭയങ്കര ചിരിയും കളിയൊക്കെ ആയിരുന്നു. ഞങ്ങൾ 3 പേര് ഇങ്ങനെ സീറ്റിൽ ഇങ്ങനെ മുട്ടുത്തിക്കുക, എന്നിട്ട് ബ്രേക്ക് ഇടുമ്പോഴും സൈഡിലേക്ക് തിരിയുമ്പോഴും സൈഡിലേക്ക് ഇങ്ങനെ തിരിയില്ലേ, അപ്പോൾ അപ്പുറത്തേക്ക് വീഴുക, അങ്ങനെയൊക്കെ വെറുതെ ഇങ്ങനെ കളിച്ചുകൊണ്ടിരിക്കുമായിരുന്നു. ഇത് പെട്ടെന്ന് അങ്ങോട്ട് തിരിഞ്ഞപ്പോൾ ഞാൻ വീണു. പിന്നെ ഇടയ്ക്കൊക്കെ ഞാൻ വേണം വെച്ചിട്ട് അവരെ മേത്തേക്ക് ഇങ്ങനെ വീഴുന്നുണ്ടായിരുന്നു കേട്ടോ. പക്ഷെ നല്ല രസമുണ്ടായിരുന്നു കളിക്കാൻ വേണ്ടിയിട്ട്. പിന്നെ ഞാൻ എന്തപ്പോൾ പറഞ്ഞു, ഞെറിച്ചെന്തോ ഒരു വൃത്തികെട്ട ഭയങ്കര ഫ്രഷ് ചളി അടിച്ചു. അതിന് ഞാൻ ട്രോൾ ചെയ്തായിരുന്നു കേട്ടോ. അതിനാണ് ഈ കിടന്ന് കിടിക്കുന്നത്. അത് കഴിഞ്ഞിട്ട് ഇപ്പം ചിരിക്കണം എന്തിനാ വെച്ചൊരു ബ്രേക്ക് ഇട്ടപ്പോൾ ഞെറിസ് ആ സീറ്റിൻ്റെ ഗ്യാപ്പിക്ക് ഒറ്റ വീഴ്ചയെ വീണു. കാല് രണ്ടും പുറത്തായിട്ട് അവിടെ കിടക്കുമായിരുന്നു. അത് കണ്ടിട്ടാണ് ഞങ്ങൾ ഇരുന്ന് ചിരിച്ചത്. ചിരി നിർത്താൻ പറ്റുന്നുണ്ടായിരുന്നില്ല. അത് കഴിഞ്ഞിട്ട് ഞാൻ പോയി ലൈറ്റ് ഓഫ് ചെയ്തു. ലൈറ്റ് ഓഫ് ചെയ്യുമ്പോഴാണ് ഒരു വൈബ് കിട്ടുന്നുണ്ടായിരുന്നത്. അത് കഴിഞ്ഞിട്ട് പോണ വഴിക്കൊക്കെ മിക്ക വീട്ടുകളിൽ ഇങ്ങനെ ലൈറ്റൊക്കെ ഇട്ട് നല്ല രസമുണ്ടായിരുന്നു കാണാൻ വേണ്ടിയിട്ട്. ഫെയറി ലൈറ്റ്സ്, ഫെയറി ലൈറ്റ്സ് അല്ല, മറ്റേ ലൈറ്റില്ലേ നമ്മൾ കല്യാണ പന്തലിൽ അങ്ങനെയൊക്കെ പോകുമ്പോൾ ഇടുന്ന ലൈറ്റ്, അങ്ങനത്തെ ലൈറ്റൊക്കെ ആയിരുന്നു. നല്ല രസമുണ്ടായിരുന്നു വീടുകളൊക്കെ കാണാൻ വേണ്ടിയിട്ട്. കണ്ട സൈഡിലൊക്കെ ഞാൻ പെട്ടെന്ന് കല്യാണ വീടാണെന്നാണ് വിചാരിച്ചത്. പിന്നെ നോക്കിയപ്പോഴാണ് കല്യാണ വീടൊന്നല്ല, ഡെക്കറേറ്റ് ചെയ്താണെന്ന് മനസ്സിലായത്. അത് കഴിഞ്ഞ് നമ്മളിതേ പാലൂർ പള്ളിയുടെ അവിടെ എത്തിയിട്ടോ. നമ്മൾ ആദ്യം വണ്ടിയൊക്കെ കയറ്റി അകത്ത് പാർക്കിങ്ങുള്ളൂ. പക്ഷെ പാർക്കിംഗ് ഒന്നുകൂടെ തിക്കി തിരിഞ്ഞിട്ടൊക്കെ ആയിരുന്നു. പിന്നെ നമ്മൾ ജസ്റ്റ് ഒന്ന് കയറിയിട്ട് പോകുമല്ലോ, അതുകൊണ്ട് പിന്നെ വേഗം ഉള്ളിലേക്ക് എടുക്കേണ്ട വിചാരിച്ച് നമ്മൾ പുറത്താണ് എന്നിട്ട് പാർക്ക് ചെയ്തത്. അപ്പോൾ ഇവിടെ മൊത്തം ഇങ്ങനെ ഡെക്കറേറ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു, സ്റ്റാർസൊക്കെ വെച്ചിട്ട്. സൈഡിലത്തെ സ്റ്റാർസും കാര്യങ്ങളും എന്താ പറയുക, അതെന്തോ ഒരു കോമ്പറ്റീഷൻ പോലെ ചെയ്തിട്ടുണ്ടായിരുന്നു. അവിടെ ഇങ്ങനെ വിളിച്ചിട്ട് പ്രൈസും കാര്യങ്ങളൊക്കെ കൊടുക്കുന്നുണ്ടായിരുന്നു. നല്ല രസമുണ്ടായിരുന്നു കേട്ടോ, സ്റ്റാർസും കാര്യങ്ങളൊക്കെ ചെയ്ത് കാണാൻ വേണ്ടിയിട്ട്. ചില സ്റ്റാറിൻ്റെ ഉള്ളിലൊക്കെ ആയിട്ട് എന്താ പറയുക, പുൽക്കൂടൊക്കെ സെറ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഇങ്ങനെ വിളിച്ചിട്ട് അവർ പ്രൈസൊക്കെ കൊടുക്കുന്നുണ്ടായിരുന്നു. അപ്പോൾ ആദ്യം എന്താ മനസ്സിലായില്ല, പിന്നെയാണ് ആ സ്റ്റാറിൻ്റെ മേലെ ഇങ്ങനെ നമ്പേഴ്സ് ഉണ്ടായിരുന്നു, അതുകൊണ്ടപ്പോഴാണ് മനസ്സിലായത്. പിന്നെ ഇവിടെ സൈഡിലായിട്ട് നമ്മുടെ യേശു ഉണ്ട്, പിന്നെ അതുപോലെ മാതാവിനൊക്കെ വെച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ നമ്മൾ ജസ്റ്റ് അവിടെ കയറി. ആദ്യം ഞങ്ങൾ വിചാരിച്ചിട്ട് കയറാൻ പാടില്ലേ എന്നറിയണ്ടായിരുന്നില്ല. പിന്നെ കയറി കേട്ടോ, നമ്മൾ ജസ്റ്റ് ഒന്ന് കയറിയിട്ട് വന്നു. അത് കഴിഞ്ഞിട്ട് എന്തായിരുന്നു, പിന്നെ നമുക്ക് കുറേ ക്ലിപ്പുകളൊക്കെ ഇങ്ങനെ എടുത്തിട്ടുണ്ടായിരുന്നു.
എന്താ പറയുക പള്ളി കാണിച്ചിട്ടുള്ളത്. പിന്നെ അത്യാവശ്യം തിരക്കുണ്ടായിരുന്നു. എന്നാൽ ഭയങ്കര തിരക്കല്ല, എന്നാൽ അത്യാവശ്യം തിരക്കുണ്ടായിരുന്നു. കൂടുതൽ പേരും വന്നത് ഇങ്ങനെ 1 മണി 2 മണിക്ക് ആകുമ്പോൾ പോകാനുള്ളവരായിരുന്നു. കാരണം കറക്റ്റ് ക്രിസ്മസിൻ്റെ 12 മണി കഴിഞ്ഞിട്ടാണ് ഇവരൊക്കെ പോകുന്നുണ്ടാവുക. അപ്പോൾ അതുകൊണ്ട് തന്നെ അത്യാവശ്യം ആൾക്കാർ എന്താ പറയുക സമയം ഇരുട്ടാവും മീൻസ് സമയം ലേറ്റ് ആവും തോറും ആൾക്കാർ കൂടി വരുന്നുണ്ടായിരുന്നു. പിന്നെ ഇവിടെ നടുവിലായിട്ട് നല്ല രസത്തിൽ ഇങ്ങനെ ഡെക്കറേറ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു. ഒരു ഒക്കെ ഉണ്ടാവും അവിടെ ഒരു റിങ് പോലത്തെ ഒരു സംഭവമൊക്കെ സെറ്റാക്കിയിട്ട് നല്ല രസമുണ്ടായിരുന്നു. അവിടെയും ഇതുപോലെ കുറേ ടൈപ്പ് പുൽക്കൂടുകൾ വെച്ചിട്ടുണ്ട്. എനിക്ക് തോന്നുന്നു ഇവിടുത്തെ കുട്ടികൾ ഉണ്ടാക്കിയതാവണം. അവിടെ സ്കൂളുണ്ടല്ലോ, അവിടുത്തെ സ്കൂളിലത്തെ കുട്ടികൾ ഉണ്ടാക്കിയതാണ് തോന്നുന്നുണ്ട്, എനിക്കറിയില്ല. പിന്നെ നടുവത്തെ ക്രിസ്മസ് ട്രീ അടിപൊളിയായിരുന്നു കേട്ടോ. നമുക്ക് അവിടുന്ന് കയറുമ്പോൾ തന്നെ കാണാൻ പറ്റുമായിരുന്നു ക്രിസ്മസ് ട്രീ. നല്ല രസമുണ്ടായിരുന്നു. പിന്നെ നമ്മൾ പള്ളിയുടെ അകത്തേക്ക് കയറി. ഇത് അകത്തല്ലേ? അകത്തേക്ക് കയറിയതിന് ശേഷം നമ്മളിതേ അതിൻ്റെ ബാക്കിലേക്ക് പോയപ്പോൾ ഇതേ വേറെ സെക്ഷൻ ഇവിടെ ഉണ്ടായിരുന്നു. ഇവിടെ മൊത്തം കളർഫുള്ളാക്കി സെറ്റാക്കിയിട്ട് എടുക്കാമായിരുന്നു കേട്ടോ. നല്ല രസമുണ്ടായിരുന്നു ഇവിടെ കാണാൻ വേണ്ടിയിട്ട്. പിന്നെ ഞങ്ങൾ ഇവിടുന്ന് ഫോട്ടോസും കാര്യങ്ങളൊക്കെ എടുത്തിട്ടുണ്ടായിരുന്നു. ഇതിനൊക്കെ ശരിക്കും എന്തോ ഉണ്ട്, ഇതിന് ഓരോ കഥകൾ റിലേറ്റഡ് ആയിട്ടാണ് തോന്നുന്നുണ്ട് ഇങ്ങനെ വെച്ചത്. എനിക്ക് ക്ലിയർ ആയിട്ട് അറിയില്ല കേട്ടോ, അറിയാത്തത് ഞാൻ പറയണില്ല. പിന്നെ ഇങ്ങനെ പുല്ലിൻ്റെ ഇടയിലൊക്കെ എന്താ പറയുക മറ്റേ പച്ച ലൈറ്റൊക്കെ വെച്ച് ഇപ്പോൾ ഭയങ്കര പ്രത്യേക ഭംഗി ഉണ്ടായിരുന്നു കാണാൻ വേണ്ടിയിട്ട്. പിന്നെ നെൽത്തൊക്കെ നമ്മളിങ്ങനെ വൈക്കോൽ ഇട്ടിട്ടുണ്ട്, അതിൻ്റെ ഇടയിൽ ഈ ഒരു ഗോൾഡ് കളർ ലൈറ്റ് വരുമ്പോൾ നല്ല ഭംഗി ഉണ്ടായിരുന്നു. അതിട്ടേൻ്റെ ശരിക്കുള്ള സംഭവത്തിൻ്റെ കളറിൻ്റെ മേലെ ആ കളർ ലൈറ്റ് വരുമ്പോൾ ഒരു പ്രത്യേക രസം ഉണ്ടായിരുന്നു കാണാൻ വേണ്ടിയിട്ട്. പിന്നെ മേലെ കോട്ടനും കാര്യങ്ങളൊക്കെ നമുക്കിങ്ങനെ മഞ്ഞ് പോലെയിട്ട് വെച്ചിട്ടുണ്ടായിരുന്നു. അതെനിക്ക് നല്ല ഇഷ്ടപ്പെട്ടു കേട്ടോ. നല്ല രസം ഉണ്ടായിരുന്നു, നല്ലൊരു നാച്ചുറാലിറ്റി ഉണ്ടായിരുന്നു അത് കാണാൻ വേണ്ടിയിട്ട്. പിന്നെ അകത്ത് അവിടെ ഒരു പുൽക്കൂടുണ്ട്, പിന്നെന്താ കുറേ മാലാഖമാരുണ്ട് ഇവിടെയൊക്കെ ആയിട്ട്. അതൊക്കെ എനിക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ടു. നെൽത്ത് ഇങ്ങനെ മറ്റേ കോട്ടൺ വെച്ച് ഭയങ്കര ക്രിയേറ്റീവായി ചെയ്തിട്ടുണ്ടായിരുന്നു. അതെനിക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ടു. ഞങ്ങളൊക്കെ മേലേക്ക് നോക്കുന്ന അവിടെ മേലേന്ന് മറ്റേ ബബിൾസ് ഇല്ലേ, അതിങ്ങനെ വരുന്നുണ്ടായിരുന്നു ഓട്ടോമാറ്റിക്കായിട്ട്. പിന്നെ അത് കഴിഞ്ഞിട്ട് ഇവിടെ ഒരു മഞ്ഞുമല പോലത്തെ ഒരു സംഭവം ഉണ്ടാക്കി വെച്ചിട്ടുണ്ടായിരുന്നു. അത് അവിടെ എന്തോ ഒരു ലൈറ്റ് വെച്ചിട്ടുണ്ട്, അതുകൊണ്ടാണ് ഈ ഒരു കളറിലായിട്ട് കാണുന്നത്. എനിക്ക് ആദ്യം എന്താ സംഭവം ഒന്നും മനസ്സിലായില്ല. പിന്നെ അമ്മയെ പറഞ്ഞത് മഞ്ഞുമലയാവാം, അതുകൊണ്ട് മഞ്ഞുമലയാവും എന്ന്. അപ്പോൾ അങ്ങനെ പിന്നെ അത് ഞാൻ ഞെറിസ് എന്താ പോയി തോടുന്നൊക്കെ ഉണ്ടായിരുന്നു കേട്ടോ. അത് അപ്പോഴാണ് മനസ്സിലായത് എനിക്ക് ബബിളാണെന്ന്. അപ്പോൾ അത് ഞാൻ വായം തുറന്ന് പറയുന്നുണ്ട് അത് ബബിളാണ് സംഭവം, അങ്ങനെ എന്താണെന്ന് ഞാൻ പറയുന്നുണ്ടായിരുന്നു. അത് കഴിഞ്ഞിട്ട് നമ്മളത് അപ്പുറത്തേക്ക് പോകാൻ കേട്ടോ. അവിടെ ഇങ്ങനെ കുറച്ച് ഭാഗത്താണ് സംഭവം ചെയ്തിട്ടുള്ളത്, പക്ഷെ കുറേ ഉണ്ട് കാണാൻ വേണ്ടിയിട്ട് കേട്ടോ, കുറച്ച് ചെറിയൊരു ഏരിയയിൽ. പിന്നെ നമ്മളെ സാന്റാക്ലോസ് ഇവിടെ ഗിഫ്റ്റും കാര്യങ്ങളൊക്കെ പിടിച്ചിട്ട് നിൽക്കുന്നുണ്ട്, കുറേ ഗിഫ്റ്റ് ഉണ്ട്. നല്ല രസമുണ്ടായിരുന്നു. എന്നിട്ട് ഞെറിച്ച് ചോദിക്കുന്നുണ്ടായിരുന്നു സാന്റാക്ലോസ് ഒരു ഗിഫ്റ്റ് തരുമോ എന്നൊക്കെ പോയി ചോദിക്കുന്നുണ്ടായിരുന്നു കേട്ടോ. അത് കഴിഞ്ഞിട്ട് ഇവിടെ ഏതൊരു മരുഭൂമിയാണ് തോന്നുന്നുണ്ട്, ഇതിനും എന്തോ പറയൂട്ടോ, എന്തോ ഒരു പേരുണ്ട്, എനിക്കത് ക്ലിയർ ആയിട്ട് അറിയില്ല. അമ്മ പറഞ്ഞു അവിടുന്ന് ഇതെന്താ സംഭവം എന്ന് ചോദിച്ചപ്പോൾ അമ്മ എന്തോ ഒരു പേര് പറഞ്ഞിട്ടുണ്ടായിരുന്നു, പക്ഷെ ഞാൻ ആ പേര് മറന്നു കേസ്. അത് കഴിഞ്ഞിട്ട് നമ്മൾ സൈഡിലേക്ക് പോകുന്നു. ഇവിടെ മണ്ണൊക്കെ വെച്ച് നമ്മളിങ്ങനെ ഇവിടെ നമുക്കൊരു പുൽക്കൂട് കാണാൻ പറ്റുന്നതാണ്. ഒരു വലിയൊരു ഫോട്ടോ പോലെ സംഭവം ചെയ്തിട്ടുണ്ട്. പിന്നെ താഴെയും കുഞ്ഞുതായിട്ട് ഇങ്ങനെ കുറേ ഉണ്ടാക്കി വെച്ചിട്ടുണ്ടായിരുന്നു. പിന്നെ അത് കഴിഞ്ഞ് നമ്മൾ സൈഡിലേക്ക് പോകുമ്പോൾ ഇവിടെ നല്ല കാറ്റുണ്ടായിരുന്നു കേട്ടോ, നല്ല ഭയങ്കര പീസ്ഫുള്ളായിരുന്നു ഇവിടെ. അത് കഴിഞ്ഞിട്ട് ഇങ്ങനെ സ്നോമാനും കാര്യങ്ങളൊക്കെ വെച്ചിട്ടുണ്ടായിരുന്നു. എന്താ പറയുക 2 സ്നോമാൻ ഉണ്ടായിരുന്നു, വലുതും ഒരു ചെറുത്. അവിടെ നമ്മൾ ഫോട്ടോസൊക്കെ എടുത്തു. അത് കഴിഞ്ഞിട്ട് ഇവിടെ എന്തോ സെറ്റാക്കി വെച്ചിട്ടുണ്ടായിരുന്നു. ഇവിടെ നല്ല ഭംഗിയിൽ ഇങ്ങനെ ലൈറ്റ് കത്തുന്നുണ്ട്. ഈ ലൈറ്റ് കത്തുന്നത് എനിക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ടു കേട്ടോ. അത് കഴിഞ്ഞ് കുറച്ച് കഴിഞ്ഞപ്പോൾ കെട്ടു ഐ ലവ് ഗോഡ് പാലിയൂർ എന്നൊക്കെ എഴുതിയിട്ടുണ്ട്. അവിടെ ഗുരുവായൂരിനെ പെട്ടെന്ന് വായിൽ വന്ന് പാലിയൂർ എന്നൊക്കെ എഴുതിയിട്ടുണ്ടായിരുന്നു. പിന്നെന്താ അത് ഞാൻ എപ്പോഴാണ് ശ്രദ്ധിക്കണത്. പിന്നെ അവിടെ ചെറിയൊരു വാട്ടർഫോൾ ഉണ്ടായിരുന്നു, പക്ഷെ അവിടേക്ക് അഡ്മിഷൻ ഇല്ല. അവിടേക്ക് പോയിരുന്നു എഴുതിയിട്ടുണ്ട്, അതുകൊണ്ട് പിന്നെ അവിടേക്കൊന്നും പോകാൻ നിന്നില്ല. അതിൻ്റെ ഉള്ളിലേക്ക് കടക്കാൻ പറ്റില്ല. പക്ഷെ അവിടെ ഇങ്ങനെ വെള്ളച്ചാട്ടമുണ്ട്, കുഞ്ഞൊരു ഫൗണ്ടെയിൻ ഉണ്ട്, നല്ല രസമുണ്ടായിരുന്നു. അത് നല്ല ക്യൂട്ട് സംഭവം. അത് കഴിഞ്ഞിട്ട് ഇവിടെ ക്രിസ്മസ് ട്രീ, ഇത് ചെറിയ കുട്ടികൾ ഉണ്ടാക്കി വെച്ചാൽ തോന്നുന്നു, കുട്ടികളുണ്ടാവില്ല അവിടുത്തെ സ്കൂളിലത്തെ, അവർ ജസ്റ്റ് ഡെക്കറേറ്റ് ചെയ്ത് വെച്ചാൽ തോന്നുന്നുണ്ട് കണ്ടിട്ട്, അറിയില്ല കേട്ടോ. പിന്നെ അവിടുത്തെ വീടുകളൊക്കെ നല്ല ഭംഗിയുണ്ടെന്ന് പറയായിരുന്നു അമ്മ, അതാണ് അവിടേക്ക് കാണിക്കുന്നത്. പിന്നെ ഇതാണ് പാലിയൂർ സ്കൂൾ ഇതേ അപ്പുറത്ത് കാണുന്നത്. അപ്പം ഇതെന്തോ അമ്മ പറയായിരുന്നു, അവിടുത്തെ എന്താ പറയുക പുരോഹിതന്മാരും കാര്യങ്ങളൊക്കെ അവിടെ വന്ന് നിൽക്കുന്നുണ്ടായിരുന്നു. ടൈം ആവാനായില്ല, 12 മണി ആവാറായി, നമ്മൾ യേശു ജനിക്കാറായല്ലോ. അപ്പോൾ ആ ടൈം ആവാനാവുമ്പോൾ എന്താ പറയുക എല്ലാവരും വന്ന് നിൽക്കുന്ന തോന്നുന്നുണ്ട്. പക്ഷെ കറക്റ്റ് 11:30 ആയപ്പോൾ നമ്മൾ പോന്നു. എന്താ പറയുക ഞങ്ങൾ ഇവിടുന്ന് പറയുന്നുണ്ടായിരുന്നു അച്ഛൻ്റെ അടുത്ത് എന്തോ പറയുന്നുണ്ടായിരുന്നു. അപ്പോൾ പാലിയൂർ പള്ളിയിൽ വന്നിട്ടുള്ളവർക്ക് കമൻറ്റ് ചെയ്യൂ ഗായ്സ്, എത്ര പ്രാവശ്യം വന്നിട്ടുണ്ടെന്നൊക്കെ കമൻറ്റ് ചെയ്യൂ. ഞാനിപ്പോൾ എത്രാമത്തെ പ്രാവശ്യം എനിക്ക് ഓർമ്മയില്ല. അപ്പോൾ ടാറ്റ ബൈ.